പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. സന്തോഷത്തോടെ ആയിരിക്കാം. കാരണം ഓരോ ദിവസവും കരഞ്ഞുകൊണ്ടിരുന്നിട്ടും അങ്ങനെ വലിയ ചീത്ത പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. നമുക്ക് നന്മയിലേക്ക് നോക്കി ജീവിക്കാം, നന്മ ചെയ്യാൻ ആഗ്രഹിച്ച് ജീവിക്കാം. കഴിയുന്നിടത്തോളം ഓരോ ദിവസവും നന്മ ചെയ്തും പറഞ്ഞും ഒക്കെ ജീവിക്കാം. അതാണ് ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ചുമ്മാ കുറച്ച് കാര്യങ്ങൾ ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇനി 18-ാം തീയതി സിനഡ് നടക്കുന്ന ദിവസം വരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. കാരണം കർത്താവ് തന്നെ തിരുവചനത്തിൽ പറഞ്ഞു, ചില തിന്മകളൊക്കെ പുറത്തു പോകണമെങ്കിൽ അതിന് ഉപവാസവും പ്രാർത്ഥനയുമാണ് ഏറ്റവും വലിയ ആവശ്യം. അതുകൊണ്ട് ഈ സിനഡ് തുടങ്ങുമ്പോൾ മുതൽ അത് തീരുന്നിടം വരെയുള്ള സമയങ്ങളിൽ നിങ്ങളാൽ കഴിയുന്ന തരത്തിൽ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ആരെയും കാണിക്കാനല്ല കേട്ടോ. അത് ഞാൻ പറയുന്നത്, ഞങ്ങൾ വലിയ ഉപവാസമായിരുന്നു അങ്ങനെ ആരോടും പറയണ്ട. സ്വർഗം കാണട്ടെ, ദൈവം ഇടപെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് പിതാക്കന്മാരിൽ നിറയണം. കാരണം അവർ ആത്മാവിൽ നിറഞ്ഞാണ്, പക്ഷെ പലയിടത്തും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ പോലും പെട്ടുപോകുന്നു, പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്നു, ചില പരീക്ഷകളിലൊക്കെ പരാജയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോയതും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത് അവസാനിക്കണം, അവസാനിപ്പിക്കും ദൈവം. എനിക്ക് 101% ഉറപ്പാണ്, ഈ സിനഡോടുകൂടി ഈ പ്രശ്നങ്ങൾ അവസാനിക്കും. ഇതാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് പറയുന്നതല്ല, സാഹചര്യങ്ങൾ കണ്ടിട്ട് അതിനൊരു വലിയ അറിവിലും ജ്ഞാനത്തിലും ഒന്നും പറയുന്നതല്ല. ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പറയുന്നതാണ്. ഈ പ്രശ്നങ്ങൾ എത്രയും വേഗം അവസാനിക്കും. ഈ ഇടവകയിൽ വിമതരുമില്ല, സഭയോട് ചേർന്ന് നിൽക്കുന്നവരുമില്ല. എല്ലാവരും ഒന്നോടെ സഭയോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ ബലിപീഠത്തിൽ, അവൻ്റെ ബലിയിൽ നമ്മൾ പങ്കെടുക്കും. ലോകത്തെ ഏതൊരു ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ബലി പോലെ തന്നെ നമ്മുടെ ബലിപീഠത്തിലും ഒരേ ബലി അർപ്പിക്കപ്പെട്ട് നമ്മൾ ആ ബലിയിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ ജീവിക്കും. സഹോദരങ്ങളെ, എനിക്ക് ആരോടും പിണക്കമില്ല. ഇനി എന്നോട് ആരെങ്കിലും പിണങ്ങിയെന്ന് വിചാരിച്ചാൽ എനിക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല. എനിക്ക് അവരോട് പിണക്കമില്ല. കാരണം ഈ അറിവും ബോധ്യവും നമുക്ക് കൂടുന്നതനുസരിച്ച് പിന്നെ പിണങ്ങാൻ പറ്റുകയില്ലല്ലോ. വലിയ അറിവുണ്ടെന്നൊന്നും പറയുന്നില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മൾ ആരാധനാപരമായ കാര്യങ്ങൾ ആരാധിക്കുന്നത് ദൈവത്തെയാണ്. ദൈവത്തെ ഭൂമിയിൽ ആരാധിച്ച് ജീവിക്കുന്നത് എന്തിനാണ്? സ്വർഗത്തിൽ ചെന്നാൽ നിരന്തരം ദൈവത്തെ ആരാധിക്കാനുള്ള ആ ഒരു ട്രെയിനിങ് ആണ് ഈ ഭൂമിയിൽ സത്യത്തിൽ കിട്ടുന്നത് അതാണ് കേട്ടോ. അപ്പം അതിൽ പോരായ്മ വരാം. കാരണം ദൈവാരാധന ഒരിക്കലും സാത്താന് താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മളിൽ തന്നെയുള്ള ഓരോരുത്തരിലും അവന് പ്രവർത്തിക്കാൻ നല്ല കഴിവുണ്ട്. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ലോകത്തെ യേശുക്രിസ്തു പഠിപ്പിച്ച ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അതിൽ 2 കാര്യങ്ങൾ പ്രത്യേകമായി പറയുന്നു. ഒന്ന്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്താ പറഞ്ഞത്? പിതാവിനോട് സംരക്ഷണം വിളിച്ച് ചോദിച്ചോ മക്കളെ, ദുഷ്ടാരൂപി ഇവിടെയുണ്ട്. ആ ദുഷ്ടാരൂപി പീഡിപ്പിക്കാതിരിക്കാൻ, അവൻ നമ്മളെ ദുഷ്ടതയിലേക്ക് നയിക്കാതിരിക്കാൻ, ദൈവചിന്തയില്ലാതെ ജീവിക്കാതിരിക്കാൻ വേണ്ടുന്ന കൃപയ്ക്കായി പിതാവിനോട് പ്രാർത്ഥിച്ചുകൊള്ളുക ആദ്യം. രണ്ടാമത്തെ കാര്യം ഈശോ പഠിപ്പിച്ചത് പ്രലോഭനത്തിൽ വീഴാതെ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഓൾറെഡി പ്രലോഭകനുണ്ട്. ചില സ്ഥാനം കിട്ടും, ചില സമ്പത്ത് കിട്ടും, ചില പേര് കിട്ടും, ചില അധികാരം കിട്ടും. ഇതൊക്കെ പറയുമ്പോൾ അതിൽ പ്രലോഭിതരായി ചെന്ന് വീഴുന്നവരുണ്ട്. അതെല്ലാ മേഖലയിലുമുണ്ട്, ആരെയും കുറ്റപ്പെടുത്തണ്ട. കാരണം എല്ലാവരും മനുഷ്യരല്ലേ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചു കൊള്ളാൻ, മധ്യസ്ഥം വഹിച്ചു കൊള്ളാൻ പ്രാർത്ഥിക്കാനായിട്ട് പുത്രൻ തമ്പുരാൻ പറയുന്നു. വീണ്ടും പുത്രൻ തമ്പുരാൻ പറയുന്നു, പ്രലോഭകൻ ഇവിടെയുണ്ട്. ആദത്തെ ഹവ്വയെ പ്രലോഭിപ്പിച്ച പ്രലോഭകൻ, യേശുവിനെ പ്രലോഭിപ്പിച്ച പ്രലോഭകൻ ഇവിടെ ഉണ്ട്. മക്കളെ, നിങ്ങൾ സൂക്ഷിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും, നമുക്കറിയാം ചിലർ ബന്ധനത്തിലായപ്പോൾ, പത്രോസ് ബന്ധനത്തിലായപ്പോൾ സഭ മുഴുവൻ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയാണ് പത്രോസ് കാരാഗ്രഹം തുറന്ന് മാലാഖ ഇറക്കി വിടുമ്പോൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക.
ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനുഷ്യന് വേദനയോ വിഷമമോ ഒക്കെ ഉണ്ടാകും. ആരോടും പരാതി ഈ പരിഭവം ഉണ്ടായിട്ട് പറയുന്നതല്ല. നിത്യനാശത്തിലേക്ക് പോകാൻ എങ്ങനെ സാധിക്കുന്നേ? കാരണം നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ അധികാരികളെയും നമ്മൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം, സംശയമൊന്നും വേണ്ട. പക്ഷേ അധികാരിക്ക് തെറ്റുപറ്റി നമ്മളെ അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത് അപകടത്തിലേക്കാണെന്ന് പറയുന്നതിന് എന്താ കുഴപ്പമില്ല? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നീതിബോധമില്ലാത്ത, ദൈവഭയമില്ലാത്ത മക്കളായി നമ്മൾ മാറും. അതുകൊണ്ട് കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ അവസാനം ഈ സിനഡ് കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒന്നുയർന്ന കർത്താവിൻ്റെ ബലിപീഠത്തിൽ ബലി അർപ്പിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതിനുള്ള എല്ലാ വഴികളും തുറന്നു വരുന്നുണ്ട്. 101% സഭയുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് സന്തോഷവും സമാധാനവും പ്രത്യാശയും കൊണ്ട് നമ്മളെ നിറയ്ക്കും. ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇത് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ. എല്ലാവരിലും എത്തട്ടെ. പ്രാർത്ഥന എല്ലാവരും നടത്തട്ടെ. അത് ഇനി ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒന്നുമില്ല, വിമതരില്ല. വിമതരുടെ ഭവനങ്ങളിൽ ഭയങ്കര പ്രാർത്ഥന നടക്കുന്നുണ്ടെന്നേ. അത് വീട്ടിലുള്ളവരെല്ലാം വിഷമിച്ചു. അതുകൊണ്ട് അവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.